ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം തുടരുകയാണ്. ചിറ്റഗോങ്ങിൽ ഒരു ക്ഷേത്രം കൂടി തകർത്തു. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് അക്രമം. അതേസമയം ഇസ്കോണിനെ നിരോധിക്കണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ഹൈക്കോടതി തള്ളിയത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. ജിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്? ഈ അക്രമങ്ങൾ ഇങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം ആശങ്കയുണ്ട് സാഹചര്യം? വീണ ദേവിക, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ തുടർച്ചയായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഒപ്പം അതിക്രമങ്ങൾ, അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികൾ അതെല്ലാം തന്നെ തുടരുകയാണ്. ആചാര്യ ചിന്മയ കൃഷ്ണദാസിൻ്റെ അറസ്റ്റിനെ തുടർന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ബംഗ്ലാദേശിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് വീണ്ടും ഒരു ക്ഷേത്രം കൂടി ആക്രമിക്കപ്പെട്ടത്. ചിറ്റഗോങ്ങിലെ ക്ഷേത്രമാണ് തകർക്കപ്പെട്ടത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ രാത്രി ഏറെ വൈകിയും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിൽ തുടർച്ചയായി ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ അതിക്രമവും കടുത്ത വിവേചനവും തുടരുകയാണ്. പ്രത്യേകിച്ച് ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, നേരത്തെ മെഹബൂബ മുഫ്തി സർക്കാർ നിലനിൽക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൻ്റെ ശക്തി, അല്ലെങ്കിൽ അത് ഇത്രത്തോളം വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഹബൂബ മുഫ്തി സർക്കാരിനെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അത് വീണ്ടും വലിയൊരു കലാപമായി മാറുകയും ആ സർക്കാർ താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയും അത്തരത്തിലുള്ള സംഘടനകളും നേതൃത്വം നൽകിക്കൊണ്ടാണ് ഭരണ സംവിധാനത്തിന് പോലും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ തുടർച്ചയായ അതിക്രമങ്ങൾ നടക്കുകയാണ്. ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്തവരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ ജയിലിൽ അടച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇസ്കോൺ നേതാവായിട്ടുള്ള ചിന്മയ കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. 2 ദിവസം പിന്നിട്ടിട്ടും അഭിഭാഷകനെ കാണുന്നതിനോ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ ചിന്മയ കൃഷ്ണദാസിന് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജയിലിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്താൻ പോലും അനുമതി നിഷേധിച്ചിരുന്നു. ഒപ്പം മറ്റ് ചില ആളുകൾക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ അലയടിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രൂരമായ ലാത്തിച്ചാർജ് നടത്തുകയും ഇത്തരത്തിലുള്ള അവകാശ നിഷേധത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ദൃശ്യങ്ങളുമാണ് ബംഗ്ലാദേശിൽ നിന്ന് തുടർച്ചയായി പുറത്തു വരുന്നത്. അതിനിടെ സർക്കാരിനേറ്റൊരു കനത്ത തിരിച്ചടി എന്നുള്ളത് ഇസ്കോണിനെ നിയന്ത്രിക്കണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരുന്ന ഒരു അഭിഭാഷകനാണ് അത്തരത്തിലൊരു ഹർജി നൽകിയത്. ഇസ്കോൺ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, വർഗീയ സംഘടനയാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇസ്കോണിനെ നിരോധിക്കണം എന്നൊരു ആവശ്യം ബംഗ്ലാദേശ് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. അതിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു ബംഗ്ലാദേശ് സർക്കാർ, നിലവിലെ സർക്കാർ സ്വീകരിച്ചത്. അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത് ഇസ്കോണിനെ നിയന്ത്രിക്കണം എന്ന നിലപാട് തന്നെയായിരുന്നു. പക്ഷേ ഹൈക്കോടതി എടുത്തിട്ടുള്ള തീരുമാനം സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കി. നിലവിൽ ഇസ്കോണിനെ നിയന്ത്രിക്കേണ്ടതോ അത്തരത്തിലേതെങ്കിലും നിരോധനം ഏർപ്പെടുത്തേണ്ടയോ ആവശ്യമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്ന തീരുമാനമാണ് ബംഗ്ലാദേശ് ഹൈക്കോടതി കൈക്കൊണ്ടിട്ടുള്ളത്. അത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ്. കാരണം ഓരോ രാജ്യങ്ങളിലും ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലും അതിനനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം നമുക്കറിയാം. നേരത്തെ 18% മുകളിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് 7% എത്തി നിൽക്കുന്നു. സിഖും പാഴ്സിയും ക്രിസ്ത്യനും ഉൾപ്പെടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള ഇസ്ലാമിക വൽക്കരണം ബംഗ്ലാദേശിലുടനീളം നടക്കുന്നു. നിലവിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ മുൻപോട്ട് വയ്ക്കുന്നത് തന്നെ ബംഗ്ലാദേശിനെ
ബംഗ്ലാദേശിനെ പൂർണ്ണ ഇസ്ലാമിക് സ്റ്റേറ്റായി മാറ്റണം, മുഴുവനായും ഇസ്ലാമിക ആശയങ്ങൾ പിന്തുടരുന്ന രീതി പിന്തുടരുന്ന രാജ്യമായി ബംഗ്ലാദേശിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ അതിക്രൂരമായിട്ടുള്ള പീഡനവും വിവേചനവും അടിച്ചമർത്തലും നേരിടുന്നത്. വിഷയം നിലവിൽ ലോകവേദികളിൽ പോലും എത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന് മുൻപിലേക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഭാരതം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇടക്കാല സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഒപ്പം ഇടക്കാല സർക്കാർ അധികാരത്തിലേൽക്കുന്ന വേളയിൽ ആ സർക്കാരിന് ആശംസ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് പ്രധാനമന്ത്രി ഭാരതം ഇനി കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് കടക്കുമെന്ന് പറയേണ്ടി വരും. കാരണം വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനോട് വളരെ മുൻപ് തന്നെ അറിയിച്ചിരുന്നു അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന്. മാത്രമല്ല മമതാ ബാനർജി അടക്കമുള്ള നേതാക്കളും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ ശക്തമായി പിന്തുണയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് തത്സമയ വാർത്തകളും വിവരങ്ങളുമായി ചേർന്നത്.